ഇപ്പോഴും കൊടുക്കുന്ന മറ്റൊരു ചർച്ച ഈരാറ്റുപേട്ടയ്ക്കെതിരായൊരു വർഗീയ ചുവയുള്ള സംസാരമോ ചർച്ചയോ ഒക്കെയാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അവിടെ ഒരു വാഹനാപകടം ഉണ്ടായി. 2 കുട്ടികൾ മുന്നിലൂടെ ക്രോസ് ചെയ്ത് പോയത് മൂലം ഉണ്ടായ ഒരു വാഹനാപകടമാണ്. അപ്പോൾ ഒരു പിറകിൽ വന്ന വാഹനത്തിൻ്റെ ഉടമ ഒരു FB ലൈവ് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത് ആ 2 കുട്ടികളുടെ പ്രശ്നം കൊണ്ടാണ് ആ വാഹനാപകടം ഉണ്ടായത്. പക്ഷേ നാട്ടുകാർ ഓടിക്കൂടി പോലീസ് അടക്കം ഈരാറ്റുപേട്ടക്കാരായ കുട്ടികൾക്കൊപ്പമാണ് നിന്നത്. അപ്പോൾ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈരാറ്റുപേട്ടക്കെതിരെ ഉയരുന്ന പലതരത്തിലുള്ള വർഗീയ വിദ്വേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള കുറേ കൂടി അതിന് കരുത്തേകുന്ന രീതിയിലുള്ള ഒരു FB ലൈവാണ് അദ്ദേഹം ഇട്ടത്. അപ്പോൾ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ വലിയ തോതിലുള്ള പ്രചാരണം സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുകയാണ്. അപ്പോൾ ഈരാറ്റുപേട്ടയ്ക്കെതിരെയുള്ള ഈ ചാപ്പേട് ഇപ്പോഴും നിന്നിട്ടില്ലേ എന്ന കാര്യം കൂടി സംസാരിക്കുകയാണ് അവസാനം. സാർ, ആ ലൈവ് കണ്ടപ്പോൾ അദ്ദേഹം ആ പറയുന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? അല്ല, അതിപ്പോൾ അതുമാത്രമല്ല, പറയുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ ഇതേപോലുള്ള വിഷയങ്ങൾ ധാരാളം ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സ്ഥലത്തെ ഭയങ്കര പ്രോബ്ലമാറ്റൈസ് ചെയ്തുകൊണ്ട് അവിടെ എന്തോ വലിയ കുഴപ്പമാണ് എന്നുള്ള നിലയിൽ ധാരാളം കമൻറ്റുകളും ധാരാളം പ്രചാരണം ക്യാമ്പയിനുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മുൻപന്തിയിൽ PC ജോർജും ഷോൺ ജോർജും പോലുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. BJP നേതാക്കളെന്ന നിലയിൽ തന്നെയാണ്. അതുകൂടാതെ സഭ അതിനകത്ത് ഇടപെട്ട് ഒരു റോളെടുത്ത സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല ഇഷ്യൂസ്, ഞാൻ അതിലേക്കല്ല പോകുന്നു. അപ്പോൾ അവിടെയൊക്കെ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് മുഴുവൻ അടിസ്ഥാനമായിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു എന്താ പറയുക, ഒരു പോപ്പുലേഷനിലെ ഈ പറയുന്ന സംഗതിയാണ്. ഒരു 75% വരുന്ന മുസ്ലിം ജനവിഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സ്ഥലം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെടുമ്പോൾ ഉടനെ മതത്തിലേക്ക് അതിനെ കൊണ്ടുപോവുക എന്നുള്ളതാണല്ലോ രീതി. അതിൻ്റെ പുറകിൽ ഉള്ളത് മറ്റൊന്നുമല്ല, അത് അവിടെ വിദ്വേഷം പരത്തി അതിൽ നിന്ന് മുതലെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് തെറ്റോ ശരിയോ ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് പരിശോധിക്കാം, അത് വേറെ കാര്യമാണ്. അപ്പോൾ അതിൽ തെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും ശിക്ഷ വേണമെങ്കിൽ അതും കൊടുക്കേണ്ടതാണ്. അത് ഒരുപാട് സംഗതികളിൽ മറ്റാളുകളൊക്കെ പെടുന്ന പോലെ, മറ്റ് നാട്ടുകാരൊക്കെ പെടുന്ന പോലെ തന്നെ പല പ്രശ്നങ്ങളിലും പല കേസുകളിലും വരുമ്പോഴാലോ അതിനിപ്പോൾ എന്താ അതുണ്ടാവാം. അത് അല്ലാതെ ഇരയാറ്റുപേട്ട ഒരു സ്വർഗ്ഗമൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിക്കാം. അതിനെ അങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന് പകരം എല്ലാം തന്നെ ആ നാടുമായി ബന്ധപ്പെട്ട ഒരു വർഗീയമായ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് ഈ ടൗണിൻ്റെ നടുക്ക് ധാരാളം മുസ്ലിം കച്ചവടക്കാരും ധാരാളം കുടുംബങ്ങളും ഒക്കെ ഉള്ളതാണ്. ഈ മലയോര പ്രദേശത്ത് ക്രിസ്ത്യൻ അവർ തന്നെ ഒരു 10-12% അവരുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു വിഭാഗങ്ങളുണ്ട് 12-12% എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു സിങ്ക്രറ്റിക് ആയിട്ടുള്ള ഒരു സമൂഹമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന, അവിടെ ഈ ജനങ്ങൾക്കിടയിലൊന്നുള്ള ഈ പറയുന്ന തരത്തിലുള്ള യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ പക്ഷേ അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് എന്നുള്ള നിലയ്ക്ക് അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായേ തീരൂ എന്ന മുൻവിധിയോടുകൂടി അതിനെ കാണുന്ന ആളുകളാണ്. അത് ബോധപൂർവം തന്നെ ആ ബിഷപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. കുട്ടികൾ സൈക്കിളിൽ കൂട്ടി പോകുന്ന സമയത്ത് ബിഷപ്പല്ല, ഫാദറിൻ്റെ തട്ടി എന്ന പേരിൽ കേസെടുക്കുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ്, അത് പരമാവധി അതിനെ ഊതിക്കെത്തിക്കാൻ വേണ്ടി PC ജോർജ് തുടങ്ങിയ ആളുകൾ ശ്രമിക്കുന്നു. അവസാനം മുഖ്യമന്ത്രി പോലും പറയുന്നു അതിൽ തെമ്മാടിത്തമാണ് കാണിച്ചത്, അതിലൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ ഉൾപ്പെട്ടിരുന്നുള്ളൂ എന്ന രീതിയിൽ അതിനെ ഏതോ യോഗത്തിൽ മുഖ്യമന്ത്രി പോലും പറയുന്നൊരു സാഹചര്യം. നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കേരളത്തിൽ ഒരു സ്ഥലത്തെക്കുറിച്ച് ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അങ്ങനെ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പരം എന്താണ്? അപ്പോൾ അത് ഇപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് നമ്മൾ ധാരാളം പറഞ്ഞു കഴിഞ്ഞു. ഒന്നുമില്ലാത്തിടത്തുനിന്ന് മലപ്പുറത്തെക്കുറിച്ച് ഒരു പിക്ചർ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ധാരാളം കേരളത്തിൽ നടക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ തന്നെ മറ്റൊരു സ്ഥലത്തെക്കുറിച്ച് ഇത് ഒരു തുടർച്ചയായ പണിയാണ്. നമ്മൾ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഇത് ഇനി ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ഭരണം മാറിയതുകൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കാൻ പോകുന്നതല്ല. ഇത് അടിത്തട്ടിൽ നല്ല തോതിൽ വ്യാപരിക്കുന്ന ഒരു വിദ്വേഷ പ്രചാരണമാണ് നടക്കുന്നത്. ഈരാറ്റുപേട്ട അതിന് പറ്റിയ ഒരു സ്ഥലമാണ് എന്ന് കൊണ്ടുവരും. ഇപ്പോൾ എന്താണ് പറയുന്നത്, വാഗമൺ കേസിനെ കുറിച്ചും പാനായിക്കുളം കേസിനെ കുറിച്ചും ഒക്കെ ചേർത്തിട്ടാണല്ലോ പറഞ്ഞത്. പാനായിക്കുളം കേസ് ഇപ്പം മിണ്ടുന്നില്ല, കാരണം എല്ലാവരും കുറ്റമുക്തരാക്കി എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടാട്ടില്ല. വാഗമൺ കേസാണ് പിന്നെ പറയുന്നത്. പിന്നെ ഏതൊക്കെയോ കേസുകളൊക്കെയാണ് ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്ന, ഞാൻ കണ്ടിട്ടും കേട്ടിട്ടില്ല. അത്തരം കുറേ കേസുകളുടെ കാര്യത്തിൽ ഈരാറ്റുപേട്ടക്കാരാണ് ഇതിനൊക്കെ ഉത്തരവാദികളെന്ന രീതിയിലാണ് പോസ്റ്റുകളൊക്കെ പോകുന്നത്. എന്തു പറയാനാണ്?
അവിടുത്തെ ആ ജനങ്ങൾക്ക് പിന്നെ അവരുടെ കൂടെ നിൽക്കുക, അത് ഏത് വിഭാഗക്കാരായാലും അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ജിംസ, FB ലൈവ് ഉയർത്തുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ FB ലൈവിൽ വീഡിയോ കണ്ടു. അതിൽ അദ്ദേഹം പറയുന്നത് സാധാരണ ഒരു റോഡ് റേജ് കേസാണ്. കേരളത്തിൽ എവിടെയും സംഭവിക്കാവുന്ന റോഡ് റേജ് കേസാണത്. 2 കുട്ടികൾ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനത്തിൽ പോകുന്നു, സഡൻ ബ്രേക്ക് ഇടുമ്പോൾ ഈ വാഹനം ഇടിക്കുന്നു. അപ്പോൾ നാട്ടുകാരിൽ ചിലർ വന്നിട്ട് ഇയാളെ ചോദ്യം ചെയ്യുന്നു, ഇയാളോട് മോശമായി പെരുമാറുന്നു. ഇയാളതാണ് പറയുന്നത്, എന്നോട് വളരെ മോശമായി പെരുമാറി, ഞാൻ പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് നിൽക്കുന്നത്, സ്റ്റേഷനിൽ GD എൻട്രി ചെയ്താൽ ഞാൻ തന്നെ ഇൻഷുറൻസിന് പോകണം. അദ്ദേഹത്തിന് ആ ഒരു യാത്രയിൽ നേരിട്ട അസൗകര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്ക്, ഈ വന്ന ആളുകൾ ഒരു മതവിഭാഗത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് എന്നെ ചോദ്യം ചെയ്തതെന്ന് പറയുന്നത്. അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അതിൽ വ്യക്തതയില്ല. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നമുക്കൊന്ന് ജസ്റ്റ് നോക്കുക. ചോദ്യം ചെയ്യാൻ വരുന്ന ആൾ, ഞങ്ങൾ ഇന്ന മതസമൂഹത്തിൽപ്പെട്ടവരാണ്, നിനക്ക് എന്താടാ ഇവിടെ കാര്യം എന്നാണോ ചോദിച്ചത്? അങ്ങനെയാണ് അദ്ദേഹം അത് ശരിക്കും പറയണം. അതിൽ വ്യക്തതയില്ല അദ്ദേഹത്തിൻ്റെ ആരോപണത്തിൽ. അദ്ദേഹത്തിന് യാത്രയിൽ അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? സ്വാഭാവികമായി സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു മുസ്ലിം വിദ്വേഷത്തിൻ്റെ മേൽ ചാർത്തിക്കൊണ്ട് അതിനെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ കത്തിക്കാൻ വേണ്ടി മറ്റേ കുപ്രസിദ്ധ യൂട്യൂബർ ഉൾപ്പെടെ 2-3 വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈരാറ്റുപേട്ടയെക്കുറിച്ച് ഏറ്റവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്ന് മുതലാണ്, ഏത് സമയം മുതലാണ്? ഈരാറ്റുപേട്ട നേരത്തെ ഉണ്ട് അല്ലേ? അപ്പോൾ എന്ന് മുതലാണ് വരുന്നത്? PC ജോർജ് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് മാറ്റുന്ന മുതലാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. അതിന് മുമ്പ് ഈരാറ്റുപേട്ടയെക്കുറിച്ച് നമ്മളിങ്ങനെ കേൾക്കാറുണ്ടോ? ഇല്ല. ഈരാറ്റുപേട്ട അന്നും ഇവിടെ ഉണ്ട്. ഈരാറ്റുപേട്ട മാത്രമല്ല, തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും തൃശ്ശൂരിന് തെക്കോട്ട് നിരവധി സ്ഥലങ്ങളിൽ ഒരൊറ്റ മുസ്ലിങ്ങൾ പോലും ഇല്ലാത്ത പഞ്ചായത്തുകളുണ്ട്. അതേസമയം മുസ്ലിം പോപ്പുലേഷനിലോടുത്ത് അവരായിരിക്കും ചിലപ്പോൾ മജോറിറ്റി ഉണ്ടാവുക. ഇപ്പോൾ എൻ്റെ നാടായ കോതമംഗലത്ത് നെല്ലിക്കുഴി എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട്, അത് മുസ്ലിം പോപ്പുലേറ്റഡ് ആണ്. തൊട്ടപ്പുറം പല്ലാരിമല എന്ന് പറയുന്ന പഞ്ചായത്തുണ്ട്. നെല്ലിക്കുഴിയിൽ CPM ആണ് ഭരിക്കുന്നത്, പല്ലാരിമലത്ത് മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത്. ഇത് മുസ്ലിം പോപ്പുലേറ്റുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളെപ്പറ്റി ഇപ്പോൾ ഈ സ്ഥലങ്ങളിൽ താമസിക്കാത്ത, ഒരു മുസ്ലിമിനെ പോലും കാണാത്ത ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകൾ പറയും അവരൊട്ടും സിവിലൈസ്ഡ് അല്ല, അതായത് റോഡിലിറങ്ങി നടക്കുന്നു, ഭയങ്കര ട്രാഫിക്. അതുകൊണ്ട് പോപ്പുലേഷൻ കൂടുതലാണ് ആ ഏരിയയിൽ, റോഡ് ചെറുതായിരിക്കും. അപ്പോൾ ബസാറിന് നടുക്കൂടെയൊക്കെ ആയിരിക്കും വണ്ടി പോവുക. അപ്പോൾ ആളുകളും മൊത്തം മറ്റു സ്ഥലങ്ങളിൽ തിരക്ക് കുറവാണ്. അപ്പോൾ ഇവർക്കൊരു അങ്ങനെയൊക്കെ മുൻവിധിയോടെ സംസാരിക്കുന്ന ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടാന്ന് അറിയാതെ എന്നോട് സംസാരിക്കുന്ന ആളുകൾ പോലും ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ. ഇത് തെക്കൻ കേരളത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യം. കാരണം ഇത് മുസ്ലിങ്ങളെ പറ്റി അറിയില്ല. കേരളത്തിൽ മാത്രമല്ല ജിംസ്, ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ പറയും, അവർ പെട്ടെന്ന് ക്രോസ് ചെയ്യുന്ന ആളുകളുടെയൊക്കെ മതം നോക്കിയാൽ അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ മലപ്പുറത്തെക്കുറിച്ചുള്ള ഈ ആഖ്യാനം ഉണ്ടാക്കുന്നതും തെക്കുള്ളവരാണല്ലോ. തെക്കുള്ളവർക്കാണ് മലപ്പുറം എന്തോ ഒരു ഏലിയൻ കൺട്രിയായി മാറുന്നത്. മലപ്പുറത്തുള്ള ആൾക്ക് ആ പ്രശ്നമില്ല. തെക്കാണ് ഇത് പ്രചരിക്കുക, മലപ്പുറം അങ്ങനെയാണ് ഇങ്ങനെയാണ് തെക്കാണ് പ്രചരിക്കുക. അപ്പോൾ ഈ തെക്കൻ കേരളത്തിൽ സവിശേഷമായ പ്രശ്നമാണ്. ഒന്ന്, മുസ്ലിം നെയ്ബർഹുഡ് ഇല്ലാതിരിക്കുക, മുസ്ലിങ്ങളെ അറിയാതിരിക്കുക, മുസ്ലിങ്ങളെ പറ്റി പരിചയമില്ലാതിരിക്കുക, നമ്മളറിയാത്തതിനെ നമ്മൾ ശത്രുക്കളായി സ്വീകരിക്കുന്നതാണല്ലോ പറയുക. അതാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഇതിനെ ഫ്ലെയറപ്പ് ചെയ്യുന്ന എന്താണ്? ഈ പറയുന്ന ഹേറ്റ്യൂബേഴ്സും അതുപോലെ രാഷ്ട്രീയ നേട്ടം വെച്ചുകൊണ്ട് ചില ആളുകൾ ഇത് കത്തിച്ചു വിടുന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അപ്പോൾ ഈരാറ്റുപേട്ട ഇപ്പോൾ സവിശേഷമായി കോർണർ ചെയ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം PC ജോർജ് ആണെന്ന് പറയാൻ കഴിയും. കാരണം PC ജോർജ് ഈ നിലപാട് മാറ്റിയതിന് ശേഷമാണ് ഇത്തരം സംഭവങ്ങൾ നിരന്തരം. ഇത് ആ പള്ളിയിലുണ്ടായ സംഭവം പോലും എന്താണ്, കുറേ കുട്ടികൾ ടീനേജേഴ്സ് ബൈക്ക് റേസ് എന്തോ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പള്ളിയുടെ ഗ്രൗണ്ടാണ്, അപ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ എന്തോ വന്ന് പറഞ്ഞു ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. സാധാരണ ലോകത്തെല്ലാം സംഭവിക്കുന്നതാണ്. ഈരാറ്റുപേട്ടയിൽ മാത്രമല്ല, എവിടെ കുട്ടികൾ അങ്ങനെ ചെയ്താലും അച്ഛന്മാരും എന്ന് പറയും, പറ്റില്ല എന്ന് പറയും. ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് ഹാൻഡിൽ ഈ അച്ഛൻ്റെ കയ്യിൽ മുട്ടുകയും അത് വലിയ വിഷയമായി മാറുകയും വധശ്രമത്തിന് കേസെടുക്കുകയും കുട്ടികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇത് സാധാരണ സംഭവങ്ങൾ, കേരളത്തിൽ സാധാരണ റോഡ് റേജ് സംഭവങ്ങൾ, ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും ഏതെങ്കിലും റോഡിൽ എവിടെയെങ്കിലും ആരെങ്കിലും നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത്തരം സംഭവങ്ങളെ ഈ മസാലയിട്ട് സ്പൈസപ്പ് ചെയ്ത് അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ്. അതെല്ലാവരും അത് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി പോലും അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തിരിച്ചറിയുന്നൊരു സമയം വരുമായിരിക്കും ഒരു പക്ഷേ. അതിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഈരാറ്റുപേട്ടയെ കോർണർ ചെയ്യുന്നതിനെതിരെ ആളുകൾ പോസ്റ്റ് ഇടുന്നുണ്ട്. ഞങ്ങളവിടെ താമസിക്കുന്നവരാണ്, ഞങ്ങൾക്ക് ആർക്കും പ്രശ്നമില്ല, അതിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമാണല്ലോ പ്രശ്നം എന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. അങ്ങനെ പൂർണ്ണമായും അങ്ങനെ ഈരാറ്റുപേട്ടയെ എല്ലാവരും ഒറ്റപ്പെടുന്നു എന്നും പറയാൻ കഴിയില്ല. അപ്പോൾ മുൻവിധികളാണ് ഇവിടെയും പ്രശ്നമാകുന്നത് എന്ന് പറയാതെ വയ്യ.